പഠിക്കാൻ വന്നിട്ട് നീ കാണാനിച്ച് നടക്കാനല്ലേ? എടാ, നീ എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത്? നിന്നെ നിലക്കിരുത്താൻ അച്ഛൻ വേണ്ട, നിന്റെ ചേട്ടനായ ഞാൻ മതി. അവന്റെ യൂണിയനും ഒരു ഇലക്ഷൻ എല്ലാം കൂടെ സമയം പഠിക്കണം. ഞാൻ കൊന്നുകളെയും പറഞ്ഞേക്കാം. എടാ, ഞാൻ കാളയെ പഠിച്ചിട്ടില്ല, ഞാൻ വീണ്ടും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ കാളയെ വളർത്തി നടക്കുന്ന എല്ലാ പണിയും എനിക്ക് ഭംഗിയായി അറിയാം. നീ എന്താണ് മനസ്സ് വിചാരിക്കുന്നത്? ചേട്ടൻ എന്തായി പറയുന്നത്? ചേട്ടൻ എന്ത് പറ്റി? എടാ അനിയ, നീ പേടിച്ചു പോയല്ലേ? എടാ, ഇതൊക്കെ വെറും ഒരു പോസല്ലേ? ചേട്ടൻ വല്ലപ്പോഴും കൂടി അനിയനെ ദേഷ്യപ്പെടണ്ടേ? അപ്പൊ എന്റെ ദേഷ്യം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ അഭിനയിച്ചു നോക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ ദഹിച്ചു പോയി. അനിയ, നീ ധൈര്യമായി ഇലക്ഷൻ നിന്നോ. സന്തോഷം. എടാ, എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ നീയും 1-2 വർഷം തോറ്റാലും നമുക്കൊന്നും വരാനില്ല. ഒരു കാര്യത്തിലും നിന്റെ ആഗ്രഹം നടക്കാതിരിക്കരുത്. ഞാനൊരു മലങ്കൂസനായിപ്പോയി, പക്ഷേ നീയെങ്കിലും ജീവിതം നല്ലതുപോലെ ആസ്വദിക്കടാ അനിയ. എടാ അനിയ, നീ വയ്ക്കാൻ നിൽക്കുകയാണോ? ഇലക്ഷൻ എന്നിട്ട് നീ ഇവിടെ നിന്നാൽ മതി. ഒന്നിങ്ങോട്ട് വാടാ. ആ ബസ് സ്റ്റോപ്പിലെ ലഡ്ഡു അടിക്കുന്നത് പോലെ അല്ലേ പെമ്പിള്ളേരൊന്ന് നിൽക്കുന്നത്? നമുക്കൊന്ന് പോയി മുട്ടി നോക്കാം. നീ എന്താണ് പൊട്ടങ്ങളി കളിക്കുന്നത്? നിന്റെ എതിർ സ്ഥാനാർത്ഥി സീതയും ഉണ്ടല്ലോ, ഒറ്റ നോട്ടം കൊണ്ട് 10 വോട്ട് വീതം പിടിക്കുന്നത്. നമ്മുടെ പൂവാലന്മാർ ഈന്തപ്പെട്ട് ഈറ്റ് പതിമാതിരിയല്ലേ അവളെ പിന്നാലെ കൂടിയിരിക്കുന്നത്. വിട്ടാ എന്റെ ചിറക്കളായിരിക്കുന്നത്. ഞങ്ങൾക്ക് ആള് മനസ്സിലായില്ല, ക്ഷമിക്കണം. സുരേന്ദ്ര, വേഗം പോകാം. പ്രാക്ടിക്കൽ ക്ലാസ്സിന് സമയമായി. എടാ, ചുവടില്ല തവളയില്ല റെഡിയായി നമ്മളെയും കാത്തിരിക്കുക. പ്രാക്ടിക്കലിന് പോവാം. വാ ചേട്ടാ, ഞാൻ പ്രാക്ടിക്കൽ ചെയ്തിട്ട് വരാം. വേണ്ടടാ, നേരെ ആ ലഡ്ഡു അടിച്ചു വെച്ച സ്ഥലത്തേക്ക് ചെല്ല്. താമസാലേ ഉറുമ്പടിച്ചോണ്ട് പോകും. ചെല്ല് ചെല്ല്. ചെടിയുടെ പടം നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ. നിങ്ങളാണോ സുരേന്ദ്രന്റെ ചേട്ടൻ? എന്താ കാര്യം? നിങ്ങളും സുരേന്ദ്രനും സഹോദരന്മാരാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയല്ലേ ശ്രീദേവിയുടെ പെട്ടി എടുത്ത് മാറ്റിയത്? ഏത് ശ്രീദേവി? ഏത് പെട്ടി? ഏത് പെട്ടിയെന്നോ? ആയിരിക്കുന്ന പെട്ടി തന്നെ. ശ്രീദേവിക്ക് അവളുടെ അമ്മ കൊടുത്തയച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ തല്ലിപ്പൊടി പെട്ടി മാറ്റി വെച്ചിട്ട് ഈ പെട്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് വന്നു. നിർത്ത് സ്പീഡങ്ങ് പറഞ്ഞ് കയറാതെ. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്റെ പെട്ടി തല്ലിപ്പൊടി പെട്ടിയെന്നോ? ഒരേ നീളം, ഒരേ വീതി, ഒരേ പൊക്കം, ഒരേ ലെതർ, ഒരേ വില. പെട്ടി മാറിപ്പോയി ഞാൻ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് ആ പെട്ടി ഇങ്ങ് തരണം, അല്ലെങ്കിലേ കാര്യം അല്പം വഷളാവും. എനിക്കൊരു സംശയം, ഈ ഉരുട്ടറിയാവോ? അല്ല, ഭാവം കണ്ടിട്ട് ഒരു ലേഡി സബ് ഇൻസ്പെക്ടർ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. കുഞ്ഞെ, ഈ ആണുങ്ങളോടൊക്കെ കുറച്ച് മയത്തിൽ പെരുമാറണം കേട്ടോ. എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഉൾപ്പെടെ എല്ലാ പുരുഷന്മാരെയും എനിക്ക് പുച്ഛമാണ്. എന്നാ ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് യാതൊരു പുച്ഛവും തോന്നുന്നില്ല. ലേശം സ്നേഹമാണ് തോന്നുന്നത്. അനാവശ്യം പറയരുത്. അയ്യോ, സ്നേഹം അനാവശ്യമല്ല, ആവശ്യമാണ്. ഓ, സ്നേഹമെന്ന് കേട്ടപ്പോ പെങ്ങൾ പ്രേമമെന്ന് തെറ്റിദ്ധരിച്ചു കാണും. ഞാൻ ഒരിക്കലും എറിയുന്ന പശുവിനെ വിലയ്ക്ക് വാങ്ങാറില്ല. നിങ്ങൾ ആ പെട്ടി തരുന്നുണ്ടോ? പെട്ടിയുടെ ഉടമസ്ഥമെന്ന് ചോദിക്കട്ടെ, പെട്ടി കൊടുക്കാം. പെങ്ങൾ ചൂടാകാതെ പോയിട്ട് കഥാനായിക അങ്ങോട്ടേക്ക്.